ഇരുപത്തിനാലിനാണ് +1 വിദ്യാർത്ഥിനി അമൃത പ്രകാശിനെ മുക്കാളിയിൽ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രണയവഞ്ചനയിൽ പെട്ടതിനെ തുടർന്നായിരുന്നു ആ ജീവൻ വിടരും മുമ്പേ പൊലിഞ്ഞത്. എന്നാൽ സോഷ്യൽ മീഡിയ ലക്കും ലഗാനുമില്ലാതെയാണ് ഈ സംഭവത്തെ ആഘോഷിച്ചത്. വർഗീയത മുതൽ ഇല്ലാക്കഥകൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കാട്ടുതീ പോലെ പടർന്നു. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ മനോനില പോലും ആലോചിക്കാതെ പെൺകുട്ടിയെ മോശമായി ചിത്രീകരിച്ചായിരുന്നു സോഷ്യൽ മീഡിയയുടെ കള്ളപ്രചാരണം. ഇതിനാണ് വടകര സിഐയുടെ നേതൃത്വത്തിൽ മൂക്ക് കയറിട്ടത്. ഇത്തരം പോസ്റ്റുകൾ വാട്സപ്പ് വഴി അയച്ചവരെയും പ്രചരിപ്പിക്കാൻ കൂട്ടുനിന്നവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. എല്ലാം യുവാക്കളാണ്. ഒരാളെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് ജാമ്യത്തിൽ വിട്ടു. 30-ലേറെ പേർ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. അതിൽ കിട്ടുന്ന സാധനങ്ങൾ എന്താണ് എന്ന് നോക്കാതെ, അതിന് നിജസ്ഥിതി മനസ്സിലാക്കാതെ ഫോർവേഡ് ചെയ്യുന്ന ആളുകൾ പല കേസുകളിലും പെട്ടിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഇതുവരെ ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തു. കാരണം ഈ സംഭവം നടന്നതിന് ശേഷം ഇതിനെ ഒരു പ്രത്യേക രീതിയിൽ വർഗീയപരമായ രീതിയിലേക്കും ആ കുട്ടിക്ക് തന്നെ ഹാനി ഉണ്ടാക്കുന്ന രീതിയിലുള്ള തരത്തിലേക്കുമൊക്കെ ഒരു വ്യാപകമായ പ്രചരണം നടന്നിരുന്നു. കുറേ പേരെ നമ്മൾ ഇതിനകത്ത് പ്രതികളായിട്ട് വരുന്ന അവസ്ഥയിലേക്കാണ് കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പുകളുടെ അഡ്മിനുകൾക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു കാര്യം പോസ്റ്റായി ഫോണിലേക്ക് വരുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയില്ലെങ്കിൽ ഫോർവേഡ് ചെയ്യരുത്. ഒട്ടും പരിചയമില്ലാത്തവരെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തരുത്. ചില വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ അഡ്മിൻ ഒന്നും അറിയാതെ പലരും എന്തെങ്കിലുമൊക്കെ എഴുതി പോസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ വാട്സപ്പിൽ അഡ്മിൻ കൂടി ഇതിൻ്റെ റെസ്പോൺസിബിളാണ്. ആ ഗ്രൂപ്പിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അയാൾ കൂടി റെസ്പോൺസിബിളാണ്. അപ്പോൾ അയാൾ നമുക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അയാൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് അത് ശരിയല്ലാത്ത കാര്യങ്ങളെ പോസ്റ്റ് ചെയ്യുന്ന ആളെ അത് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കണം. അയാൾക്കെതിരെ നടപടി വേണം. അതുപോലെ തന്നെ ഈ വാർത്ത ശരിയായ വാർത്തയല്ല, അല്ലെങ്കിൽ നിജസ്ഥിതി അറിയുന്ന വാർത്തയല്ല, ഞങ്ങൾക്ക് ഇതിന് ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ ആ സമയത്ത് തന്നെ അയാൾ അറിയിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അമൃത പ്രകാശിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതി എരിക്കിൻചാലിൽ മുഹമ്മദ് ഇർഷാദിനു വേണ്ടിയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ഇയാൾ ബാംഗ്ലൂരിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് ബാംഗ്ലൂരിലെത്തിയെങ്കിലും ആളെ കിട്ടിയില്ല. പ്രതി വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കണ്ടാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. ഇർഷാദിന്റെ കൂട്ടുകാരൻ ഫൈറൂസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.